ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി നമ്മൾ മലപ്പുറം സ്പെഷ്യൽ തരിക്കഞ്ഞിൻ്റെ വീഡിയോ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചെറിയ ഉള്ളി കുനുകുന ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ അധികം ഇടാറില്ല കേട്ടോ, അത് കാരണം പറയാൻ കിട്ടുന്നില്ല. ഞാൻ കൂടുതൽ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മൾ പാലിൽ മിൽമപ്പാലില്ലേ, അങ്ങനെ ഞാൻ ഏറെ ഉണ്ടാക്കാറുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തേങ്ങാപ്പാലാകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഒരു തേങ്ങ പാലാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം എടുത്തത് ഒരു തേങ്ങ മുറി എടുത്തിട്ട് ചെറുകിയിട്ട് അതിൽ നിന്ന് ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്ന് എടുത്താൽ കേട്ടോ ഈ പാല്. അപ്പോൾ അതൊരു പാത്രമുണ്ട്, ആ ഒരു പാത്രം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആൾക്കനുസരിച്ചിട്ട് ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരണ്ട കേട്ടോ. തേങ്ങാപ്പാലാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇതായി വരും. അപ്പോൾ കുറച്ച് ഒന്ന് തിള വരികയെന്ന് കാണുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പഞ്ചസാര ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക, അത്യാവശ്യം മധുരത്തിന് മതി കേട്ടോ, ഓവറാവരുത്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ തരിക്കഞ്ഞിക്ക് മെയിനായിട്ടുള്ള സംഭവമാണ് നമ്മളെ റവ കേട്ടോ. അപ്പോൾ റവ അതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട് ഇളക്കി കൊടുക്കണമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഇളക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നിങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇളക്കിങ്ങാണ്ടിരിക്കണം. റവ ഇടുന്ന പാടെ തന്നെ നമ്മൾ ഫോൺ പിടിച്ച കാരണം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇളക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തരിക്കഞ്ഞിക്ക് എന്തായാലും റവ ഇളക്കിങ്ങാണ്ടിരിക്കണം കേട്ടോ, ഒന്ന് കുതിർന്ന് വരുവോളം. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇളക്കാൻ പറ്റാത്ത കാരണം ചെറുതായിട്ടൊന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തു. പിന്നെ അത് തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഒരു നരി ഉപ്പിട്ട് കൊടുക്കുക. അത് ഞാൻ എന്തെങ്കിലും സ്കിപ്പായി പോയിട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സേമിയ ഇടണം എന്നുണ്ടെങ്കിൽ സേമിയ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് സേമിയ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടോ. നോമ്പ് തുറൻ്റെ ആ ഒരു തിരക്കിലെടുക്കുന്ന വീഡിയോ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നമ്മൾ പണ്ടത്തെ എല്ലാ വലിയമാർക്കും ഉപ്പാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു തരിക്കഞ്ഞി ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി കഴിക്കാതെ ഒന്ന് ചൂടാറിയതിന് ശേഷം കഴിച്ചാൽ നല്ല കുറുകി നമ്മൾ റവ തരിക്കഞ്ഞി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തരിക്കഞ്ഞി. എനിക്ക് പണ്ടേ മുതൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല, എങ്കിലും എല്ലാവരും വീട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞി ആയിട്ടുണ്ട്. ഈ തരിക്കഞ്ഞിൻ്റെ കൂടെ ജ്യൂസോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് തരിക്കഞ്ഞി ഉണ്ടെങ്കിൽ തരിക്കഞ്ഞും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോമ്പുതുറ സ്പെഷ്യൽ ഇന്നത്തെ തരിക്കഞ്ഞി കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.